Welcome back. So, ഓണം എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് മക്കളെ. 2 ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇത് പഠിച്ചിട്ട് പോയാൽ മതി. ഇത് പഠിച്ചാൽ ഫുൾ മാർക്ക് ഉറപ്പാണ് ഓണം എക്സാം. റെഡി അല്ലേ? യെസ്. ആദ്യത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് മൊളാലിറ്റിയുമാണ് സൊല്യൂഷനിൽ നിന്ന്. അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് NCERT-ലുള്ള ചോദ്യങ്ങൾ അതേപോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. റൗൾസ് ലോ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. Ideal solution എന്താ? Non ideal solution with positive deviation, non ideal with negative deviation. ക്ലോറോഫോമും അസറ്റോണും ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക, എത്തനോളും അസറ്റോണും ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏതെങ്കിലും 3 പ്രോപ്പർട്ടിയും പഠിച്ചേക്ക്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ അതിന്റെ പേര് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്നതിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസിയോട്രോപിക് മിക്സർ അല്ലെ, അസിയോട്രോപിക് കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സർ component cannot be separated by distillation. അതില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല. വാൻ ഡോ ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് മക്കളെ. അസറ്റിക് ആസിഡ് ബെൻസീനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാൻ ഗോഫ് ഫാക്ടർ എന്തായിരിക്കും എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് അടുത്തത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. EMF കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുക അല്ലെ. സ്റ്റാൻഡേർഡ് EMF E0 EMF ഫിസിക്കൽ E0 കാഥോഡ് മൈനസ് E0 ആനോഡ് എന്നുള്ള ഇക്വേഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ നേഴ്സ് ഇക്വേഷൻ, ഡാനിയൽ സെല്ലിന്റെ നേഴ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ സ്ഥിരം ചോദിക്കാറുണ്ട്. കോൾറോഷ്യസ് ലോ 1 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കോൾറോഷ്യസ് ലോ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കല്ലേ. അതായത് സ്റ്റാൻഡേർഡ് EMF എന്നും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിറൈവ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. log Kc = Ne0 സെൽ ഡിവൈഡ് ബൈ 0.059. ആ ഡെറിവേഷൻ സ്ഥിരം 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി, ഒരു സൊല്യൂഷൻ ഡൈലൂട്ട് ചെയ്താൽ കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും എങ്ങനെ വേരി ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട്. കൊമേഴ്ഷ്യൽ സെല്ലുകളും കൊറോഷൻ, മെക്കാനിസം ഓഫ് കൊറോഷനും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും ഡിഫറെന്റ് എക്സാമ്പിളുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമ്പിൾസും ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജ് പഠിക്കാതെ പോകരുത്. ഫ്യൂവൽ സെല്ലിന്റെ റിയാക്ഷൻ പഠിക്കാതെ പോകരുത്. ഇന്ന് വരെ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്യൂവൽ സെൽ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ പറയാം. അടുത്തത് കെമിക്കൽ കൈനറ്റിക്സ് ആണ് മക്കളെ. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം റേറ്റ് ആണ്. റേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആവറേജ് റേറ്റും ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് 2 മാർക്കിന് സ്ഥിരം ചോദിക്കും. 4 പോയിന്റ്സ് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. അതിൽ ഏതാണ് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി, ഏതാണ് തിയററ്റിക്കൽ കോൺസെപ്റ്റ് എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സീറോ ഓർഡർ റിയാക്ഷനെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെയും ഹാഫ് ലൈഫിന്റെ ഡെറിവേഷൻ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലം സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ്? K = R0 - R/T ആണ്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ്? K = 2.303 T × log R0/R. സ്ഥിരം 1 മാർക്കിന് ചോദിക്കുന്നതാണ്. ആൻഡ് ഇതിന്റെ ഗ്രാഫുകൾ 3 പ്രധാനപ്പെട്ട ഗ്രാഫുകൾ, സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ചേർത്ത് 3 ഗ്രാഫുകൾ പഠിക്കണം. K = A × e⁻ EA/RT. that is the Arrhenius equation. Arrhenius equationും അതിന്റെ എല്ലാ ടേമുകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ 2 മാർക്കിന് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ അത് ഉപയോഗിച്ച് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതെ, ആക്ടിവേഷൻ എനർജി EA കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ള ന്യൂമറിക്കൽ എന്തായാലും ചോദിക്കും. 100% ഉറപ്പുള്ള ചോദ്യമാണ്. ആൻഡ് എന്താണ് എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ്? കാറ്റലിസ്റ്റിന്റെ എഫക്ട് ആണ് റിയാക്ഷനിൽ. കാറ്റലിസ്റ്റ് എങ്ങനെ എഫക്ട് ചെയ്തു? ഇത്രയൊക്കെ പഠിച്ചാലും കൊളീഷൻ തിയറി പഠിക്കാതെ പോകരുത്. 2-3 പോയിന്റ് പഠിച്ചു പോയേക്കാം. കഴിഞ്ഞ തവണ എഫക്റ്റീവ് കൊളീഷൻ എന്താണ്, കൊളീഷൻ ഫ്രീക്വൻസി എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു. അരീനിയസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള എന്താണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിൽ താപനിലയ്ക്ക് ടെമ്പറേച്ചറിനുള്ള ഇഫക്റ്റ് സ്വാധീനം ചോദിക്കും. സോ അവിടെ അരീനിയസ് ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. ആൻഡ് D and F ബ്ലോക്ക് എലമെന്റ്സ് ആണ് അടുത്ത ചാപ്റ്റർ. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ അല്ലേ? എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? അതിന്റെ കോൺസിക്വൻസ് എന്താണ്? റീസൺ എന്താണ്? സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും ഐഡന്റിക്കൽ റേഡിയയാണ്. അത് എന്തുകൊണ്ടാണ്? ലാന്തനോയിഡ്സിനെ പ്യുവർ സ്റ്റേറ്റിൽ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഐസൊലേറ്റ് ഡിഫിക്കൽട്ട് ആണ്. അതിന്റെ റീസൺ എന്താണ്? സോ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ 100% ഉറപ്പുള്ള ഒരു ടോപ്പിക്കാണ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റും പൊട്ടാഷ്യം ഡൈക്രോമേറ്റും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ പറയാം. പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് അവരുടെ ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടി, അതിന്റെ ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്. ക്രോമേറ്റ് അയോൺന്റെയും ഡൈക്രോമേറ്റ് അയോൺന്റെയും മാംഗനേറ്റ് അയോൺന്റെയും പെർമാംഗനേറ്റ് അയോൺന്റെയും സ്ട്രക്ചർ വഴിക്കാനായിട്ട് എക്സാമിന് ചോദിക്കും. ആൻഡ് അടുത്തത് മാഗ്നറ്റിക് ബിഹേവിയർ ആണ്. പാരാമാഗ്നറ്റിസവും ഡയാമാഗ്നറ്റിസവും പഠിക്കണം. മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ
കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. എന്തുകൊണ്ട് ട്രാൻസിഷൻ എലമെന്റ് കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നു, അലോയ് ഫോം ചെയ്യുന്നു, അവർ വേരിയബിൾ ഓക്സിഡേഷൻ വെരി ഇമ്പോർട്ടന്റ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിക്കാതെ പോരെ. എന്തുകൊണ്ടാണ് DNF ബ്ലോക്ക് എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? അപ്പൊ ഇത്രയും ടോപ്പിക്സ്, ഏറ്റവും പ്രധാനപ്പെട്ട കുറേയധികം പോയിന്റ്സ് ആണ് പറഞ്ഞത്. പഠിച്ചു തുടങ്ങാത്തവരും പഠിച്ചു കഴിഞ്ഞവരും ഈ ടോപ്പിക്സ് ഉറപ്പുവരുത്തുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.